പക്ഷി പാടും പാട്ടൊന്നു കേൾക്കാൻ. കണ്ണീർ കായലിലേതോ കടലാസിന്റെ തോണി, അലയും കാറ്റിലുലയും രണ്ട് കരയും ദൂരെ ദൂരെ. കാറ്റിന്റെ കൈകൾ കെട്ടും യാമങ്ങൾ മാത്രം. വിളമ്പുവാനില്ലെന്നാലും നോവിന്റെ മൺപാത്രങ്ങൾ ദാഹിച്ച നീരിന്നൂഴം തേടുന്നു വീണ്ടും. വിളിപ്പാടു ചാരെ വീശുന്ന ശീലിൽ കിഴക്കിന്റെ ചുണ്ടിൽ പൂശുന്ന ചേരിൽ അടുക്കുന്നു തീരം ഇനിയില്ല ദൂരം. കണ്ണീർ കായലിലേതോ കടലാസിന്റെ തോണി, അലയും കാറ്റിലുലയും രണ്ട് കരയും ദൂരെ ദൂരെ. മനസ്സിലെ ഭാരം പങ്കുവയ്ക്കുവാനും കൂടെയില്ലൊരാളും കൂട്ടിനു വേറെ. കണ്ണീർ കായലിലേതോ കടലാസിന്റെ തോണി, അലയും കാറ്റിലുലയും രണ്ട് കരയും ദൂരെ ദൂരെ. ദേവിക ചേച്ചി നൈസ് ഡ്രസ് ആൻഡ് അടിപൊളിയായിട്ട് പാടി. എനിക്ക് MG സാറിനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു തോന്നുന്നു. ചോദിക്കാം, നമുക്ക് ചോദിക്കാം. പ്രിഞ്ചിയോ സർ? ഞാൻ പുതിയൊരു വേർഡ് കണ്ടുപിടിച്ചോണ്ടിരിക്കുകയാണ്. ഓക്കെ സർ. സ്പ്രിംഗി ഇങ്കി ഒന്നുമല്ല, അതൊക്കെ മേലെ അസാധ്യമായിട്ട് പാടി. ബ്യൂട്ടിഫുൾ. ഞാൻ ഈ പാട്ട് പാടിയപ്പോ ഇങ്ങനെ സ്റ്റുഡിയോ ഒക്കെ ആലോചിച്ചോണ്ടിരിക്കുകയാണ്. കോതന്റെ പാണ്ടിയില് ചിത്ര അപ്പുറത്ത് ഞാനിപ്പുറത്ത്, ഞങ്ങൾ ഇങ്ങനെ നിന്ന് ഡ്യുവറ്റ്. ഇത് ചിത്രയുടെ സോളോ അല്ലേ പാടിയത്, അതാണ് ഇത്രയും കൂടുതൽ സംഗതി. അല്ലെങ്കിൽ മറ്റേ ഒറിജിനൽ ഇത്രയും സംഗതി ഇല്ല. അനുപല്ലവിയുടെ നടുക്ക് മാത്രമേ ഉള്ളൂ കുറച്ച് കൂടുതൽ സംഗതി വരുന്നത്. എന്തായാലും മോള് നന്നായിട്ട് പാടി കേട്ടോ. ഇതിനകത്ത് പറയാൻ പോയി കഴിഞ്ഞാൽ ഒരു കാര്യമുണ്ട്. എന്റെ തലേ ദിവസം വിജയ അങ്ങനത്തെ ഏതോ ഒരു വിജയ ഗാർഡൻസ് അവിടെ നമ്മുടെ വിദ്യാധര മാഷയുടെ ഒരു പാട്ട്, അതൊരു ഷക്കീല പടമായിരുന്നു. അപ്പം പാട്ട് പക്ഷെ സൂപ്പർ പാട്ട്. അത് കാരണം അത് സത്യം പറയാണ്, സത്യം പറയണ്ടേ, സത്യം പറയണോ? ആ അതാണ് സത്യം പറയാണ്. എല്ലാം തുറന്നു പറയാം, എല്ലാം ഞാനിപ്പോ അങ്ങോട്ട് ഞാനിങ്ങനെ മറ്റേ ഹനുമാൻ കീറുന്നവരെ അങ്ങോട്ട് തുറക്കാൻ പോകും. അയ്യോ അത്ര വേണ്ട, അത്രയും വേണ്ട. എങ്കിൽ കുറച്ച് അടച്ച് ഞാൻ ശരിക്കും ഷക്കീലയുടെ ഒരു പടം, എനിക്ക് പടത്തിന്റെ പേര് ഓർമ്മയില്ല. നമ്മുടെ ജോലി പാടുകയാണല്ലോ. വിദ്യാലയ മാഷ് ഉഗ്രനായിട്ടൊരു പാട്ട് കീർത്തനം പോലെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഞങ്ങളത് പാടാൻ നേരത്ത് ചിത്രയുടെ ഭർത്താവ് വന്ന് സ്റ്റുഡിയോയ്ക്കകത്ത് ഈ പാടുന്ന ബൂത്തിനകത്ത് കയറിയിരുന്നു. അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ എന്തോ സംസാരിച്ചപ്പോൾ എനിക്ക് ഇത്തിരി ഇറിറ്റേഷനായി. അപ്പം ഞാൻ പറഞ്ഞു, ഇവിടെ ഇരിക്കുന്നതിനെക്കാട്ടിൽ അവിടെ ഇരുന്ന് കേൾക്കുന്നതല്ലേ നല്ലത് എന്ന് ചോദിച്ചു. അത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. ഇപ്പം ഞങ്ങൾ അടുത്ത ഫ്രണ്ട്സാണ്. അപ്പോൾ അദ്ദേഹം വെളിയിൽ ഇറങ്ങിപ്പോയി. അപ്പോഴത്തേക്ക് കുറച്ച് ഇറിറ്റേഷനായി അവിടെ ഇതിനിടയിൽ. അങ്ങനെ പാട്ട് പാടി നെക്സ്റ്റ് ഡേ ആണ് ഈ റാംജി റാവ് സ്പീക്കിങ്ങിൻ്റെ പാട്ട് പാടാൻ വേണ്ടി, ഡ്യുവറ്റ് പാടാൻ വേണ്ടി ചിത്ര വരുന്നത്. അപ്പോൾ എനിക്കൊരു സംശയം തോന്നി, ഈ പാട്ടിന് ഞാൻ വരുന്നില്ല എന്ന് വല്ലതും വിളിച്ച് പറയുമോ എന്ന് തോന്നി. പക്ഷെ അതൊന്നുമില്ല. ഈ കാര്യങ്ങളൊന്നും ഒരു സംഭവം നടന്നില്ല എന്നുള്ള രീതിയിൽ തന്നെ കോതണ്ടവാണി സ്റ്റുഡിയോയിൽ ചിത്ര വന്നു. എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ചു. പാട്ട് അതിമനോഹരമായിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ നല്ല, അതായത് ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഞാനൊരു സംഗതി പാടിക്കഴിഞ്ഞാൽ ചിത്ര അതിൻ്റെ 36 ഇരട്ടിയുള്ളൊരു സംഗതി ഇടും. പിന്നെ എനിക്കൊരു സ്പേസ് കിട്ടത്തില്ല.
കാരണം പിന്നെ അങ്ങോട്ട് സംഗതി ഇടാനോ വേറെന്തെങ്കിലും എന്റേതായിട്ടൊരു കാര്യം പ്രകടിപ്പിക്കാനുള്ള സ്ഥലം കിട്ടാത്ത രീതിയിൽ അതുമല്ല ലാസ്റ്റ് പല്ലവിലൊക്കെ അവിടെയൊക്കെ ഓർത്ത് വെക്കും. ഈ റിഹേഴ്സലിനൊന്നും പാടത്തില്ല. എന്നിട്ട് ലാസ്റ്റില് ഏതെങ്കിലും പിന്നെ എനിക്ക് സ്പേസ് ഇല്ലല്ലോ, അങ്ങനെ സ്കോർ. അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മ്യൂസിക്കൽ കോമ്പറ്റീഷനാണ്, നല്ലതാണ്. പിന്നെ ഞാൻ ഈ സമയത്ത് എസ് ബാലകൃഷ്ണൻ സാറിനെ ഓർക്കുന്നു. കാരണം ചെയ്ത പാട്ടുകളെല്ലാം ഹിറ്റാണ്. പച്ചക്കറിക്കായ തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടറ്റ് ചൊല്ലി, അതുപോലെ തന്നെ ഉന്നം മറന്ന് തെന്നി പറന്ന്, പിന്നെ ഒരുപാട് പാട്ടുകൾ അദ്ദേഹത്തിൻ്റെ എല്ലാ പാട്ടുകളും. കാരണം മിൻമിനി കുറേ പാട്ട് പാടിയിട്ടുണ്ട്, ഒരുപാട് പേര് പാടിയിട്ടുണ്ട് ദാസേട്ടൻ്റെ പാട്ടുകൾ. അപ്പോൾ എന്തായാലും മോള് നന്നായിട്ട് പാടി. ഈ ഒരു ചരണത്തിൽ ചുഴത്തിരയ്ക്കുള്ളിൽ അത് കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആയിട്ട് പാടായിരുന്നു കേട്ടോ. പാടിക്കുന്നൊന്നുമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. താങ്ക് യു സർ. ഷാനിക്ക. ദേവിക, സർ. ദേവിക ഒരു ഭയങ്കര വലിയ ഇമ്പ്രൂവ്മെന്റ് ആട്ടോ ദേവിക. സോ ഹാപ്പി. കാരണം നേരത്തെ പാടിയ ഒരു ദേവിക അല്ല ഇപ്പം, ഭയങ്കരമായിട്ട് മാറി. ഭയങ്കര ഇമ്പ്രൂവ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ 2 അസാധ്യ സിംഗേഴ്സ് പാടിയ പാട്ട് ഒറ്റയ്ക്ക് ഹാറ്റ്സ് ഓഫ്. നല്ല ഫീലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ശ്രീകുട്ടൻ ചേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഇപ്പം ചിത്ര ചേച്ചിയുടെയും ആ ഒരു അനുഭവം എന്ന് പറയുന്നത് അത് അവർ ആ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ ആണ് എടുക്കുന്നത്. നമ്മൾ ഹെൽത്തി കോമ്പറ്റീഷൻ, നമ്മൾ അതിനെ ആ രീതിയിൽ എടുക്കണം. ഇപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നതാണ്, അത് എന്തെങ്കിലും ഒന്ന് കൂടിക്കഴിഞ്ഞാൽ അപ്പുറത്തെ ആളുടെ മുഖം മാറും, അല്ലെങ്കിൽ ഡൗൺ ആവും, അത് ഇത് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് അനുഭവം. പാട്ടുകാരെ മാറ്റും. പിന്നെ അന്നത്തെ കാര്യമുണ്ടല്ലോ ഷാൻ, അന്ന് ഈ പാടിക്കഴിഞ്ഞാൽ കഴിഞ്ഞു. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ആ ട്രാക്ക് എടുത്ത് കളഞ്ഞിട്ട് എനിക്ക് വേറെ അറ്റത്ത് പാടി വെക്കാം. അന്ന് കഴിഞ്ഞില്ലേ, പാടിക്കഴിഞ്ഞാൽ കഴിഞ്ഞു. അതെ, ബാക്കി വേറെ ഒന്നും പറയാനല്ലോ. അവളെ നന്നായിട്ട് തന്നെ പാടി കേട്ടോ. ദേവിക, ഇതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നോ? ഇല്ല. പറഞ്ഞോ? മ്യൂസിക് ചെയ്തത് എസ് ബാലകൃഷ്ണൻ സർ, ലിറിക്സ് ബിച്ചു തിരുമല സർ, പാടിയത് MG സർ, ചിത്രാമ്മ. അത് പറഞ്ഞു. അപ്പോൾ ഉഗ്ര ഒരു പാട്ട്, പ്രത്യേകിച്ച് ഇതിന്റെ സംഗീത സംവിധാനം എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ബാലകൃഷ്ണൻ സാർ ഒരു നല്ല മനുഷ്യൻ, ഒരു പാവം മനുഷ്യൻ. ഞാൻ പറഞ്ഞിട്ടുണ്ട് ബാലകൃഷ്ണൻ അണ്ണാച്ചി അടുത്ത്, അണ്ണാച്ചി ഞാൻ ചെയ്ത പാട്ടുകളൊക്കെ ഹിറ്റാണ്, പക്ഷെ പടമൊന്നും വലുതായിട്ട് ഓടിയിട്ടില്ല. നിങ്ങൾ ചെയ്ത പാട്ട് ഹിറ്റ്, പടം ഓടി, എന്നിട്ടും പടമില്ല. പക്ഷെ എന്നിട്ട് അവസാനം അദ്ദേഹം വേറെ പഠിപ്പിക്കാനൊക്കെ വേറെ ചെന്നൈയിൽ നിന്ന് കുറച്ച് ദൂരെ മാറി അവിടെ ഒരു ചെറിയ സ്കൂളൊക്കെ നടത്തി. അങ്ങനെ ആ സമയത്താണ് അദ്ദേഹം ബേസിക്കായിട്ട് ഹീസ് എ ഫ്ലൂട്ടിസ്റ്റ്. റെക്കോർഡർ ബാലകൃഷ്ണൻ എന്നാണ് അദ്ദേഹത്തിന്. റെക്കോർഡർ ആയിരുന്നു സ്പെഷ്യൽ. നല്ല മനുഷ്യൻ. പോട്ടെ, പെട്ടെന്ന് ഓർത്തുപോയി അദ്ദേഹത്തിന്. ദേവിക ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി, സൂപ്പർ ആയിരുന്നു. എനിക്ക് ആകെ ഉള്ള ഒരു ഒറ്റ സംശയം, ദേവിക തീർത്ത് തരുമോ? തരും. എന്തിനാ ഇവിടെ നിൽക്കുന്നത്? ഇപ്പൊ എന്താണ് കടൽ പക്ഷിക്ക് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്? ലുങ്കി ഇങ്കിടി കടൽ പക്ഷി പാടുമല്ലേ? അതൊന്ന് പാടാം, ആ ഒരു ലൈൻ മാത്രം പാട്ടൊന്ന് കേൾക്കാൻ. കടൽ പക്ഷി പാടും പാട്ടൊന്നു കേൾക്കാൻ. അതേ ഉള്ളൂ, ഒരു ചളക്കം തോന്നി എനിക്ക്. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. നന്നായിട്ട് തന്നെ പാടി. ചേച്ചി ദേവിക, സുന്ദരി പെണ്ണേ, അസലായിട്ട് പാടി. എന്താ പറയാ, ദേവികയുടെ പെർഫോമൻസ് ഇങ്ങനെ നന്നായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആദ്യത്തെ ആ ഒരു ചമ്മലിൽ നിന്നുമൊക്കെ മാറി ദേവിക ഡാൻസ് ഒക്കെ കളിക്കാൻ തുടങ്ങി. പിന്നെ ഇതിപ്പോൾ നല്ല സുന്ദരിയായി വന്ന് സുന്ദരമായിട്ട് പാടി. ബ്യൂട്ടിഫുൾ ആയിരുന്നു മോളെ കേൾക്കാൻ. ഞാൻ പറഞ്ഞ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. നമുക്ക് അക്ഷരങ്ങളും വാക്കുകളും ഒന്നുകൂടി ഒന്ന് ശരിയാക്കി എടുക്കാനുണ്ടെന്നുള്ളത്. അത് ലൈഫ് ലോങ്, കാരണം മോൾക്കൊരു ബ്രൈറ്റ് ഫ്യൂച്ചർ ഉണ്ട്. അപ്പോൾ അത് മോൾ എപ്പോഴും മനസ്സിൽ വെക്കുക. നമുക്കത് എല്ലാത്തിലും യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ ഇതിൽ എനിക്കും ഇതേപോലെ MG സാറ് ഒരുപാട്, സാറിപ്പം എസ് ബാലകൃഷ്ണൻ സാറിനെ പറ്റി പറഞ്ഞു. അപ്പം എനിക്ക് ഒരു ചെറിയൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ സംഗീതത്തിൽ എനിക്കും പാടാൻ പറ്റി. അത് മൊഹബത്ത് എന്ന് പറഞ്ഞ മീര ജാസ്മിൻ അഭിനയിച്ചൊരു പടമാണ്. അപ്പം അതിൽ 2 പാട്ട്, ഹരിജിയോടൊപ്പമാണ്, ഹരിഹരൻ സാറിനോടൊപ്പമാണ് പാടുന്നത്. അപ്പം അത് ശരത് സാർ പറഞ്ഞ പോലെ വളരെ പാവം ഒരു മ്യൂസിക് ഡയറക്ടർ, ഒരു ഇത്ര പാവം ഒരു മ്യൂസിക് ഡയറക്ടറിനെ കാണാൻ പറ്റുമോ അറിയില്ല. കാരണം നമുക്ക് അദ്ദേഹം വന്ന് അവിടെ സ്റ്റുഡിയോയിൽ വരുമ്പോഴും അദ്ദേഹമാണ് മ്യൂസിക് ഡയറക്ടർ എന്ന് തോന്നില്ല. അപ്പം അത്രയും പാവം, ഒന്നും അധികം സംസാരിക്കുന്നില്ല. പാട്ട് പഠിപ്പിച്ചു തന്നു, പാട്ടെടുക്കാം, പാട്ടിൻ്റെ ഇത് മാത്രം സംസാരിച്ച് എല്ലാം കഴിഞ്ഞു. അപ്പം വളരെ സ്വീറ്റായിട്ട് സോഫ്റ്റായിട്ട് സംസാരിക്കുന്ന ഒരു സർ.
അപ്പോൾ അങ്ങനെ എനിക്കും അതിൽ ഭാഗമാകാൻ സാധിച്ചു. ഒരു പടത്തിലെങ്കിൽ ഒരു പടത്തിൽ പാടാൻ സാധിച്ചു. സോ 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 ബ്ലെസ്ഡ്. കാരണം നമ്മൾ പൂക്കാലം വന്നു പൂക്കാലം, ഈ പാട്ടൊക്കെ സൂപ്പർ ഹിറ്റ് പാട്ടാണ് ഗോഡ് ഫാദറിലൊക്കെ. അപ്പം എസ് ബാലകൃഷ്ണൻ സാറിൻ്റെ ആ സൂപ്പർ ഹിറ്റ് പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ ഒരിക്കലും ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കുന്നില്ല ഇങ്ങനെയൊക്കെ അപൂർവം ഭാഗ്യങ്ങൾ ഉണ്ടാവും എന്നുള്ളത്. അപ്പം സാർ പറഞ്ഞ മാതിരി അദ്ദേഹം പിന്നീട് ഒരു സിനിമ ചെയ്യാനും അതിലെനിക്ക് ഭാഗമാകാൻ ഒരു യോഗം കിട്ടി. സോ ഹാപ്പി ഈ ഒരു മൊമെന്റിൽ സാറിനെ ഞാൻ ഓർക്കുന്നു. ആൻഡ് മോളു ഫാന്റാസ്റ്റിക്. താങ്ക് യു ചേച്ചി. ഓക്കെ, മാർക്സ് ചോദിക്കാം. മഞ്ജരി ചേച്ചി. ദേവിക ചേച്ചി ദേവിക നല്ല പെർഫോമൻസ് തന്നെയായിരുന്നു. ഞാൻ ഈ പെർഫോമൻസിന് 8.9 തരാം. ദേവിക 9 മാർക്സ്. ഷാനിക്ക. ഓക്കെ. MG sir. For the improvement, 9.1. Thank you sir. Okay, so total 27. Super. Okay.